ചിന്തത ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം പുലമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുനമ്പം വിഷയം എന്ന് പറയുന്നത് വൈകാരികമായ വിഷയമാണ് എന്ന് തിരിച്ചറിഞ്ഞു കേരളത്തിലെ സാമാന്യം വന്ന എല്ലാ മുസ്ലിം സംഘടനകളും, ഒരുപക്ഷെ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിന് രാഷ്ട്രീയമായി നേതൃത്വം നൽകുന്ന, എക്കാലത്തും അവരുടെ ഹൃദയവികാരമായി നിലകൊണ്ടിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രിയങ്കനായ നേതാവ് PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കന്മാർ, തങ്ങന്മാരടക്കമുള്ള നേതാക്കന്മാർ, ആത്മീയാചാര്യന്മാരടക്കമുള്ളവർ മുനമ്പം വിഷയത്തിന് ഗണ്യമായ പരിഹാരം ഉണ്ടാകണമെന്ന് പറഞ്ഞ് അവിടെയുള്ള ജനങ്ങൾക്ക് ഭൂമി നൽകുന്നതിന് മുസ്ലിം സംഘടനകളോ മുസ്ലിം ലീഗോ മുസ്ലിം രാഷ്ട്രീയ പാർട്ടികളോ എതിരല്ല എന്ന വിവരം ഈ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിട്ടും ഈ സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ബോർഡ് ഒരു തീരുമാനമെടുക്കാൻ തയ്യാറായില്ല. ഒരുപക്ഷെ 1 മിനിറ്റ് കൊണ്ട് നമ്മൾക്ക് പരിഹരിക്കാമായിരുന്ന പ്രശ്നം ഈ നാട്ടിൽ, ഈ സംസ്ഥാനത്ത് ക്രൈസ്തവ സമൂഹവും മുസ്ലിം സമൂഹവും തമ്മിൽ അകൽച്ച ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന രാഷ്ട്രീയ അന്തരീക്ഷം രൂപപ്പെട്ടു വന്നപ്പോ ഈ നാടിന്റെ സമാധാനം ആഗ്രഹിക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ സമാനമായ സ്ഥിതി തൊട്ടയൽ സംസ്ഥാനമായ കർണാടകയിൽ ഉയർന്നു വന്നപ്പോ അത് സംസാരിക്കാൻ അവസരം കൊടുക്കാതെ, അതിൽ നിന്നും നേട്ടമെടുക്കാൻ BJPക്ക് അവസരം കൊടുക്കാതെ, അവിടുത്തെ വഖഫ് ഭൂമിയാണെന്ന് അവകാശപ്പെട്ട ഭൂമിയിൽ നിന്നും കർഷകരെ ഇറക്കിവിടാൻ കഴിയില്ല എന്ന ധീരമായ തീരുമാനം കൈക്കൊണ്ട സിദ്ധരാമയ്യ എന്ന മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ ഭരണവും കർണാടകയിൽ ഉണ്ടായിരുന്നപ്പോ സമാനമായ ഒരു ചെറിയ തീരുമാനം ഈ സർക്കാർ എടുത്തിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഇതുപോലെ പ്രസംഗിക്കേണ്ടി വരുമായിരുന്നില്ല. ഇന്ന് BJP പറയുകയാണ്, മുനമ്പത്തെ ക്രൈസ്തവ സഹോദരന്മാർക്ക് വേണ്ടി ഞങ്ങൾ ഇതാ നിയമനിർമ്മാണത്തിന് ഒരുങ്ങുമ്പോ ഈ കേരളത്തിൽ നിന്നുള്ള മഹാഭൂരിപക്ഷം വരുന്ന ക്രൈസ്തവ MPമാർ ഞങ്ങളെ എതിർക്കുന്നത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന്. കോൺഗ്രസ് ആണ് വലിയ പ്രതിസന്ധിയിലായത്. കോൺഗ്രസിനോട് ഒരുപക്ഷെ അറിഞ്ഞോ അറിയാതെയോ ഈ വഖഫ് നിയമത്തെ അനുകൂലിക്കണമെന്ന് പറഞ്ഞ സംഘടനകളുണ്ട്. പക്ഷെ ഞാൻ ഈ സായം സന്ധിയിൽ അഭിമാനത്തോടു കൂടി പറയും, എത്ര വലിയ വില കൊടുക്കേണ്ടി വന്നാലും ഈ രാജ്യത്തെ വെട്ടിമുറിക്കാൻ ലക്ഷ്യമിടുന്ന BJPയുടെ ഒരു രാഷ്ട്രീയ അജണ്ടയ്ക്ക് മുമ്പിലും കോൺഗ്രസ് മുട്ടുമടക്കില്ല എന്ന് പറഞ്ഞ് പാർലമെന്റിൽ ഉജ്ജ്വലമായ രീതിയിൽ ഇതിനെ എതിർക്കാൻ നേതൃത്വം നൽകാൻ നിർദ്ദേശം നൽകിയത് പ്രിയങ്കനായ ഈ രാജ്യത്തിന്റെ മതേതര രാഷ്ട്രീയത്തിന് കളങ്കമില്ലാതെ നേതൃത്വം നൽകുന്ന പ്രിയങ്കനായ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശം ശിരസ വഹിച്ചുകൊണ്ട് ആ പോരാട്ടത്തിന് നേതൃത്വം നൽകിയ KC വേണുഗോപാലും ഹൈബി ഈഡനും പ്രേമചന്ദ്രനും അടക്കമുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ MPമാരെ അഭിമാനത്തോടുകൂടി ഞങ്ങൾ നെഞ്ചിലേറ്റും.